ഹായ് നമസ്കാരം. ഞാൻ ഷീമ. ഈ പ്രാവശ്യത്തെ ഓണം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. കാരണം ഒരു ഒരു തിരക്കിനിടയിലായിരുന്നു. കാരണം ഷോപ്പിൽ എനിക്ക് അത്രയും തിരക്കുണ്ടായിരുന്നു ഇപ്രാവശ്യം. അതിനിടയിലും വളരെ ഭംഗിയായിട്ട് എൻ്റെ ഓണം ഇത്രയും ഭംഗിയായിട്ടും എനിക്ക് ആഘോഷിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നമ്മൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിലൊരാഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ മാത്രമല്ല, നമ്മുടെ എന്താ പറയുക, പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി. അതേപോലെ ഇപ്രാവശ്യം സ്പെഷ്യലായിട്ടൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങ മേടിച്ച് മിക്സ് ചെയ്ത പൊടികളെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടി വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടോ. ഇതെപ്പോഴാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? രാത്രി 1 മണിക്ക്. സിംസൺ എന്നോട് ചോദിച്ചു, താനെന്താ ഇപ്പം അച്ചാറിടണേന്ന്. കാരണം സമയം എനിക്കില്ലടാ. കടയിൽ നിന്ന് വരുമ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടാവും. പിന്നെ പൂ വാങ്ങിക്കാൻ പോലും ചട്ടി വാങ്ങിക്കാൻ പോലും അതിനിടയിൽ കുറച്ച് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തെങ്കിലും എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ നടത്തിയെടുത്തു. സ്കോട്ട്ലൻഡിൽ ഇഷ്ടപ്പെട്ട പരിപ്പ് പായസം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട കറികൾ അവിയൽ, സാമ്പാർ, അച്ചിങ്ങ ഒലത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിക്കറി, ഇഞ്ചിക്കറി, പുളിയിഞ്ചിയാണ് ഉണ്ടാക്കിയത്. പിന്നെ എരിച്ചുകറി. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡുകളെല്ലാം ഞാൻ അവർക്ക് ഉണ്ടാക്കി. അവർ വയറ് നിറയെ കഴിച്ചു. അപ്പോൾ അത് കാണുമ്പോഴാണ് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണത് എന്തിനാ, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സക്സസ് കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി. വെസ്റ്റേണാണെങ്കിൽ പാലട പായസമാണ് ഭയങ്കര ഇഷ്ടം. പരിപ്പ് അത്ര ഇഷ്ടമല്ല. എല്ലാം മേശപ്പുറത്ത് നിറച്ച് വെച്ചപ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു എന്ന് പറയില്ലേ. ഇലയിലങ്ങാട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടും കൂടി കഴിയുമ്പോൾ തൃപ്തിയായി. ഇതെല്ലാം കഴിഞ്ഞൊരു ഫോട്ടോഷൂട്ടും കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പോയി കിടന്ന് അങ്ങോട്ട് ഉറങ്ങി നന്നായിട്ട്. കാരണം ഇത്രയും ദിവസം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തെന്ന് വെച്ചാൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം രാത്രി 1 മണി 2 മണിക്കൊക്കെ ഞാൻ കിടന്നുറങ്ങണം. രാവിലെ നേരത്തെ 7 മണിക്കൊക്കെ എണീക്കും. അപ്പം അങ്ങനെ എൻ്റെ റൊട്ടീൻ പോയിക്കൊണ്ടിരിക്കണേന്ന്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും വടുതലോത്സവം ഉണ്ടായി. അത് കാണാൻ വേണ്ടി പോയി. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ ഡോൺ ബോസ്കോയിൽ. അത് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഡോൺ ബോസ്കോ പോയി പരിപാടിയൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോ പ്രോഗ്രാം ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കണ്ടു നോക്കിക്കോളൂ.
ഈ ഓണക്കാലം കഴിഞ്ഞ് നമ്മുടെ മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷമുണ്ടല്ലോ, അത് എല്ലാവരുടെ മനസ്സിലും എന്നും ഉണ്ടായിരിക്കട്ടെ. ഇനി വരുന്ന ദിവസങ്ങൾ എല്ലാവർക്കും സന്തോഷവും അതേപോലെ സമ്പദ് സമൃദ്ധിയും തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്